കാര്യങ്ങളിൽ ആഗ്രഹമില്ല, ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഇതൊക്കെ സാധാരണ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. നല്ല വസ്ത്രം കണ്ടാലും നല്ല ആഭരണം കണ്ടാലും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ പൊന്നോമന മക്കൾ എന്റെ മുമ്പിൽ നിന്ന് അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ ആഗ്രഹമുണ്ട്. വേറൊന്നും എനിക്ക് വേണ്ട. സുധാമാവ് തന്റെ പ്രിയതമയോട് പറഞ്ഞു, നമുക്ക് ധനധാന്യങ്ങളില്ല, ബന്ധുക്കളില്ല, നമ്മളിങ്ങനെ യാചിച്ച് കിട്ടുന്നത് കൊണ്ടാണ് കഴിയുന്നത്. പ്രിയെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴ് ആ സാധ്യയായിരിക്കുന്ന അമ്മ പറഞ്ഞു, നമുക്ക് ബന്ധുക്കളില്ല എന്ന് ആരാണ് പറഞ്ഞത്? അങ്ങ് നിത്യേന ഭജിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയല്ലേ? അങ്ങ് പോകൂ ദ്വാരകയിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് പോകൂ. ആ ഭഗവാൻ നമ്മുടെ ദാരിദ്ര്യ ദുഃഖം തീർത്തു തരൂ. ഇത് കേട്ട സുധാമാവിന് സന്തോഷമായി. പോകാം, ദ്വാരകയിലേക്ക് പോകാം. ഞാൻ ഭഗവാന് കൊടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അങ്ങ് സംഘടിപ്പിക്കണം. അതിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് അവലാണ്. നീ കുറച്ച് അവൽ സംഘടിപ്പിക്കൂ. അടുത്ത വീടുകളിൽ പോയി നമ്മൾ ചിന്തിക്കണം. ഉടൻ തന്നെ സന്തോഷത്തോടു കൂടി സുമംഗല തൊട്ടടുത്തുള്ള വീടുകളിൽ പോയി യാചിച്ചു. ഒരു പിടി അവല് വേണം. എന്തിനാണെന്ന് ചോദിച്ചു അവര്. ഭഗവാന് കൊടുക്കുവാൻ വേണ്ടിയാണ്. ഞാന് എന്റെ പ്രിയതമൻ നാളെ ദ്വാരകയിലേക്ക് പോകുന്നു, ശ്രീകൃഷ്ണ ഭഗവാന് കൊടുക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ദാരിദ്ര്യ ദുഃഖങ്ങളൊക്കെയും തീരുമെന്ന് പറഞ്ഞ് ആ സ്വാധ്യായിരിക്കുന്ന അമ്മ ഒരു പിടി അവലിൽ നിന്ന് വാങ്ങി തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി അവിടെ നിന്നും കിട്ടി. അങ്ങനെ 5-6 വീടുകളിൽ പോയി കിട്ടിയ 4-5 പിടി അവല് കൊണ്ടുവന്ന് ഒരു മുഷിഞ്ഞ നാറിയ വസ്ത്രത്തിൽ കെട്ടി തന്റെ പ്രിയതമന്റെ കയ്യിൽ കൊടുത്തു. അതും വാങ്ങി സന്തോഷത്തോടു കൂടി പോവുകയാണ് ഭഗവാന്റെ അടുത്തേക്ക്. വേറൊന്നുമില്ല, ഭക്തി അല്ലാതെ കണ്ട് വേറെ യാതൊന്നുമില്ലാത്ത സുധാമാവ് ദ്വാരകയിലേക്ക് നടന്നു പോവുകയാണ്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണഗീതങ്ങൾ ഉരുവിട്ടുകൊണ്ട് റോഡ് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അവരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് മാത്രമാണ്. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, വൃന്ദാരണ്യത്തിൽ വാണൊരു കൃഷ്ണ, സൗന്ദര്യത്തിന്റെ സത്തായ കൃഷ്ണ, ഇന്ദു ചൂടനും ബ്രഹ്മനുമെല്ലാം വന്ദിച്ചിടുന്ന ലോകൈകനാഥ. വൃന്ദാവനത്തിൽ കഴിഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമല്ല, സാക്ഷാൽ ഇന്ദുചൂടനായിരിക്കുന്ന ശ്രീ പരമേശ്വരനും ബ്രഹ്മദേവനും ഒക്കെ കൂപ്പിസ്തുതിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് കാണാൻ കഴിയുമല്ലോ എന്ന് മനസ്സിലങ്ങനെ വിചാരിച്ചപ്പോഴ് സന്തോഷം കൊണ്ട് മതിമറന്നു. അദ്ദേഹം യാത്രാക്ലേശങ്ങളൊക്കെ മറന്നു. താൻ വയറ് വിശന്നിരിക്കുന്നതൊക്കെ അദ്ദേഹം അങ്ങനെ മറന്നിട്ട് ഭഗവാന്റെ ആ നാമസങ്കീർത്തനത്തോടു കൂടി കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, ഇങ്ങനെ നാമസങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം നടന്ന് ദ്വാരകയിലെത്തി. ദൂരെ വെച്ച് തന്നെ കണ്ടു ഭഗവാൻ തന്റെ സതീർത്ഥ്യനും ഭക്തനുമായിരിക്കുന്ന സുധാമാവിനെ. ഭഗവാൻ ഓടി വന്നു, ആ ഗോപുരദ്വാരത്തിലേക്ക് വന്നു. വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു സുധാമാവിനെ. മുഷിഞ്ഞ നാറിയ വസ്ത്രം ധരിച്ചിരിക്കുന്ന വെലിഞ്ഞുണങ്ങിയ ആ ശരീരത്തെ, വിയർത്ത് നാറിയിരിക്കുന്ന ശരീരത്തെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു ഭഗവാൻ അകത്ത് കൊണ്ടുപോയി തന്റെ പട്ടുമെത്തയിൽ ഇരുത്തി. കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ചോദിച്ചു, നീ എന്താണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അതുകൊണ്ട് നിന്റെ എല്ലാ ദുഃഖങ്ങളും തീരും, അതിങ്ങ് തരൂ എന്ന് പറഞ്ഞിട്ട് പോലും കൊടുക്കാതെ മറച്ചു പിടിച്ചു സുധാമാവ്. ഞാൻ എങ്ങനെ കൊടുക്കും ഭഗവാന്? ഈ മുഷിഞ്ഞ കീറിയ വസ്ത്രത്തിൽ പൊതിഞ്ഞ കല്ലും നെല്ലും നിറഞ്ഞ് യാചിച്ചു വാങ്ങിയ ഈ അവലി ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് വിചാരിച്ച് ഭഗവാനെ കാണിക്കാതെ കണ്ടിങ്ങനെ മറച്ചു പിടിച്ചു. ഭഗവാൻ ചിന്തിച്ചത്, ഈ ഭക്തൻ
ഒന്നും ആഗ്രഹിച്ചിട്ടല്ല എന്നെ ഭജിക്കുന്നത്. അതുകൊണ്ട് ദേവന്മാർക്ക് പോലും ഇല്ലാത്തൊരവസ്ഥ കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ബലമായിട്ട് ആ കിഴി പിടിച്ചു വാങ്ങി അഴിച്ചു. അവിൽ കണ്ടു മോദിച്ചു ഭഗവാൻ. അവിൽ കണ്ട് വളരെ ആനന്ദത്തോടു കൂടിയിട്ട് ഒരു പിടി വാരി കഴിച്ചു. രണ്ടാമതൊരു പിടി വാരിയപ്പോൾ രുക്മിണി തടഞ്ഞു. മതി. ഒരു പിടി കഴിച്ചപ്പോൾ തന്നെ ദേവന്മാർക്ക് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് സുധാമാവ് ഉയർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ വിലക്കി. ഭഗവാൻ സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞ ആ കാലം മുതലുള്ള കാര്യങ്ങളൊക്കെയും സുധാമാവിനോട് ചോദിച്ചു. ആ രാത്രിയിൽ സുധാമാവിനോട് കുശല പ്രശ്നങ്ങളോട് കൂടി അങ്ങനെ കഴിഞ്ഞു. ഒരേ രാത്രിയായതിനു ശേഷം വിശ്രമിക്കാൻ പറഞ്ഞവിടെ പട്ടുമെത്തയിൽ കിടത്തി. പ്രഭാതത്തിൽ 3 മണിക്ക് ഉണർന്നെഴുന്നേറ്റ സുധാമാവ് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് തന്റെ പ്രഭാതമായ സമയത്ത് തിരിച്ചു പോവുകയാണ് ഭഗവാനോട് യാത്ര പറഞ്ഞ്. ആ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് ഭഗവാൻ ഒന്നും നൽകിയില്ല. ഭഗവാനിൽ നിന്ന് അകന്ന സമയത്ത് തന്റെ ഉള്ളിൽ ദുഃഖമുണ്ടായി. ഭഗവാന്റെ അടുത്തേക്ക് പോയപ്പോൾ വളരെ ആനന്ദത്തോടു കൂടി പോയ സുധാമാവ് ഭഗവാനിൽ നകന്ന് വീണ്ടും തന്റെ ഇല്ലത്തേക്ക് പോകുന്ന സമയത്ത് അപ്പോഴാണ് ഓർത്തത് താൻ എന്തിനാണ് വന്നത്. തന്റെ ദാരിദ്ര്യ ദുഃഖം തീരുന്നതിന് വേണ്ടി ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ ഞാനൊന്നും ചോദിച്ചില്ല, ഭഗവാൻ ഒന്നും തന്നുമില്ല. അദ്ദേഹത്തിന്റെ കണ്ഠമിടറിക്കൊണ്ട് ആത്മഗതമെന്നോണം പറഞ്ഞു, എന്തു ഞാൻ അവളോട് പറയേണ്ടു ഭഗവാനെ. കൃഷ്ണ, ഞാൻ എന്താണ് ചെന്ന് എന്റെ ഭാര്യയോട് പറയേണ്ടത്, മക്കളോട് പറയേണ്ടത്? എന്തുകൊണ്ടാണ് എനിക്ക് ധനം തരാതിരുന്നത്? ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം തിരിച്ച് തന്റെ ഇല്ലത്തിന്റെ പടിക്കലെത്തി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക് അടുക്കുന്ന സമയത്ത്, ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആനന്ദമുണ്ടാകുന്നു. ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗൃഹലക്ഷ്മി 4ാം വർഷം പിന്നിട്ട് 5ാം വയസ്സിലേക്ക്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. വാർഷികം പ്രമാണിച്ച് നവംബർ 25 മുതൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു. പ്രഷർ കുക്കർ 50% ഓഫ്, ഗ്യാസ് സ്റ്റൗ 50% ഓഫ്, മിക്സി 20 മുതൽ 40% വരെ ഓഫ്, കാസ്ട്രോൾ MRP 930, ഓഫർ പ്രൈസ് 399, അപ്പച്ചട്ടി 290, ഇൻഡക്ഷൻ കോപ്പ് ടോപ്പ് MRP 3890, ഓഫർ പ്രൈസിൽ 1599, നോൺ സ്റ്റിക് 4 പീസ് സെറ്റ് MRP 2990, ഓഫർ പ്രൈസിൽ 999. മറ്റനവധി ഓഫറും. ഇപ്പോൾ തന്നെ ഗൃഹലക്ഷ്മി സന്ദർശിക്കൂ. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.